ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സബ് ലിമിറ്റുകളോ കോ പേയ്മെന്റുകളോ ഒന്നും ഇല്ലാത്ത പ്ലാൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. പ്രധാനമായിട്ട് റൂം റെന്റിൽ സാധാരണയായിട്ട് ചില പോളിസികളിൽ റൂം റെന്റിന് 1%, അതുപോലെ തന്നെ 2%, അല്ലെങ്കിൽ സിംഗിൾ പ്രൈവറ്റ് AC റൂം, അങ്ങനെ സബ് ലിമിറ്റുകൾ ഉണ്ടാവും. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എനി റൂം ഫെസിലിറ്റി ഇൻക്ലൂഡിങ് സ്യൂട്ട് റൂം, ഡീലക്സ് റൂം, അങ്ങനെ ഒരു ഹോസ്പിറ്റൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാതരം റൂമുകളും ഉൾപ്പെടുന്ന രീതിയിലുള്ള പ്ലാനുകൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പിന്നെ പണ്ടൊക്കെ ഉള്ള പല പോളിസികളിലും ഇപ്പോൾ മോഡേൺ ട്രീറ്റ്മെന്റ്സിന് ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചില പ്രത്യേക രോഗങ്ങൾക്ക് സബ് ലിമിറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് ഇന്ന് മോഡേൺ ട്രീറ്റ്മെന്റ്സിന് 100% കവറേജ് കിട്ടുന്ന പ്ലാനുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആയുർവേദമായാലും 100% കവറേജ് കിട്ടുന്ന പ്ലാനുകൾ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം, ഇപ്പോൾ നമ്മൾ ജോലി സംബന്ധമായിട്ട് ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കാം താമസിക്കുന്നത്, നമ്മളുടെ നാട് വേറൊരു സ്ഥലത്തായിരിക്കാം. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ നല്ലൊരു ക്യാഷ്ലെസ് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ഒരുപാട് ക്യുമുലേറ്റീവ് ബോണസ്, അതായത് ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും 100% ക്യുമുലേറ്റീവ് ബോണസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റീസ്റ്റോറേഷൻ, നമ്മൾ 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതേ സം ഇൻഷുർഡ് റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്, അല്ലെങ്കിൽ റീചാർജ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അത്തരം ഫെസിലിറ്റീസ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലെയിം ഷീൽഡ്, അതായത് ഇപ്പോൾ ഒരു നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്ലാൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ പഞ്ഞി, സിറിഞ്ച്, PP കിറ്റ്, ഗ്ലൗസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ഈ പോളിസിയിൽ കവർ ചെയ്യാറില്ല, ഇൻഷുറൻസുകളിൽ കവർ ചെയ്യാറില്ല. ഇന്ന് അതൊക്കെ കവർ ചെയ്യുന്ന ആഡ് ഓൺസ് നമുക്ക് അവൈലബിൾ ആണ്. ചില കമ്പനികളുടെ പ്ലാനിൽ അത് ഇൻബിൽഡ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിലും മിക്ക കമ്പനികളിലും അത് ആഡ് ഓൺ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരം ആഡ് ഓൺസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഒരു 100% കവറേജ് കിട്ടുന്ന രീതിയിൽ, ഒരു രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകാത്ത രീതിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് സാധിക്കും.